യഹോവേ, നിന്റെ ന്യായപ്രമാണത്തിൽ നിന്ന് അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയകണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ. പുറപ്പാട് 39. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവർ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കായി വിശേഷ വസ്ത്രവും അഹ്റോന് വിശുദ്ധ വസ്ത്രവും ഉണ്ടാക്കി. പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ഏഫോദ് ഉണ്ടാക്കി. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ എന്നിവയുടെ ഇടയിൽ ചിത്രപ്പണിയായി നെയ്യേണ്ടതിന് അവർ പൊന്നടിച്ച് നേരിയ തകിടാക്കി നൂലായി കണ്ടിച്ചു. അവർ അതിന് തമ്മിലിണച്ചിരിക്കുന്ന ചുമൽക്കണ്ടങ്ങളുണ്ടാക്കി അത് രണ്ടറ്റത്തും ഇണച്ചിരുന്നു. അത് കെട്ടിമുറുക്കുവാൻ അതിന്മേലുള്ള ചിത്രപ്പണിയായി നടുക്കെട്ട് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അതിൽ നിന്ന് തന്നെ അതിൻ്റെ പണി പോലെ പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ആയിരുന്നു. മുദ്രക്കൊത്തായിട്ട് ഇസ്രായേൽ മക്കളുടെ പേർ കൊത്തിയ ഗോമേദ കല്ലുകളെ അവർ പൊൻതടങ്ങളിൽ പതിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഏഫോദിൻ്റെ ചുമൽക്കണ്ടങ്ങളിന്മേൽ ഓർമ്മക്കല്ലുകൾ വെച്ചു. അവൻ ഏഫോദിൻ്റെ പണി പോലെ ചിത്രപ്പണിയായിട്ട് പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് പതക്കമുണ്ടാക്കി. അത് സമചതുരമായിരുന്നു. പതക്കം ഇരട്ടയായി ഉണ്ടാക്കി. അതൊരു ചാൺ നീളവും ഒരു ചാൺ വീതിയുമുള്ളതായി ഇരട്ടയായിരുന്നു. അവർ അതിൽ നാല് നിര രത്നം പതിച്ചു. താമ്രമണി, പീതരത്നം, മരതകം ഇതൊന്നാമത്തെ നിര. രണ്ടാമത്തെ നിര മാണിക്യം, നീലക്കല്ല്, വജ്രം. മൂന്നാമത്തെ നിര പത്മരാഗം, വൈഡൂര്യം, സുഗന്ധിക്കല്ല്. നാലാമത്തെ നിര ഗോമേതകം, പുഷ്പരാഗം, സൂര്യകാന്തം. അവ അത് തടത്തിൽ പൊന്നിൽ പതിച്ചിരുന്നു. ഈ കല്ലുകൾ ഇസ്രായേൽ മക്കളുടെ പേരുകളോടുകൂടെ അവരുടെ പേര് പോലെ 12 12 ഗോത്രങ്ങളിൽ ഓരോന്നിൻ്റെ പേർ അവയിൽ മുദ്രക്കൊത്തായി കൊത്തിയിരുന്നു. പതക്കത്തിന് ചരട് പോലെ മുറിച്ച് കുത്തുപണിയായി തങ്കം കൊണ്ട് സരപ്പളിയും ഉണ്ടാക്കി. പൊന്നുകൊണ്ട് 2 വളയവും 2 കണ്ണിയും ഉണ്ടാക്കി. വളയം രണ്ടും പതക്കത്തിൻ്റെ രണ്ടറ്റത്തും വെച്ചു. പൊന്നുകൊണ്ടുള്ള 2 സരപ്പള്ളി അവർ പതക്കത്തിൻ്റെ അറ്റത്ത് 2 വളയത്തിലും കൊളുത്തി. 2 സരപ്പള്ളിയുടെയും അറ്റം രണ്ടും അവർ കണ്ണി രണ്ടിലും കൊളുത്തി ഏഫോദിൻ്റെ ചുമൽക്കണ്ടങ്ങളിന്മേൽ മുൻഭാഗത്ത് വെച്ചു. അവർ പൊന്നുകൊണ്ട് വേറെ 2 കണ്ണിയുണ്ടാക്കി. പതക്കത്തിൻ്റെ മറ്റേ രണ്ടറ്റത്തും ഏഫോദിൻ്റെ കീഴറ്റത്തിന് നേരെ അകത്തെ വിളമ്പിൽ വെച്ചു. അവർ വേറെ 2 പൊൻകണ്ണിയുണ്ടാക്കി. ഏഫോദിൻ്റെ മുൻഭാഗത്ത് 2 ചുമൽക്കണ്ടങ്ങളിന്മേൽ താഴെ അതിൻ്റെ ഇണപ്പിനരികെ ഏഫോദിൻ്റെ നടുക്കെട്ടിന്മേൽ വെച്ചു. പതക്കം ഏഫോദിൻ്റെ നടുക്കെട്ടിന്മേലായി ഇരിക്കേണ്ടതിന് അത് ഏഫോദിൽ ആടാതിരിക്കേണ്ടതിനും ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ അവർ അത് കണ്ണികളാൽ ഏഫോദിൻ്റെ കണ്ണികളോട് നീലനാട കൊണ്ട് കെട്ടി. അവൻ ഏഫോദിൻ്റെ അങ്കി മുഴുവനും നീലനൂൽ കൊണ്ട് നെയ്ത്തുപണിയായി ഉണ്ടാക്കി. അങ്കിയുടെ നടുവിൽ കവചത്തിൻ്റെ ദ്വാരം പോലെ ഒരു ദ്വാരവും അത് കീറാതിരിക്കേണ്ടതിന് ചുറ്റും ഒരു നാടയും വെച്ചു. അങ്കിയുടെ വിളിമ്പിൽ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ടും മാതളപ്പഴങ്ങൾ ഉണ്ടാക്കി. തങ്കം കൊണ്ടും മണികളും ഉണ്ടാക്കി. മണികൾ അങ്കിയുടെ വിളിമ്പിൽ ചുറ്റും മാതളപ്പഴങ്ങളുടെ ഇടയിൽ വെച്ചു. ശുശ്രൂഷയ്ക്കുള്ള അങ്കിയുടെ വിളിമ്പിൽ ചുറ്റും ഒരു മണിയും മാതളപ്പഴവും ഒരു മാതളപ്പഴവും ഇങ്ങനെ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ വെച്ചു. അഹ്റോനും പുത്രന്മാർക്കും പഞ്ഞിനൂൽ കൊണ്ട് നെയ്ത്തുപണിയായ അങ്കിയും പഞ്ഞിനൂൽ കൊണ്ട് മുടിയും പഞ്ഞിനൂൽ കൊണ്ട് അലങ്കാരവുമുള്ള തലപ്പാവും പിരിച്ച പഞ്ഞിനൂൽ കൊണ്ട് കാൽച്ചട്ടിയും പിരിച്ച പഞ്ഞിനൂൽ, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽപ്പണിയായ നടുക്കെട്ടും യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഉണ്ടാക്കി. അവർ തങ്കം കൊണ്ട് വിശുദ്ധ മുടിയുടെ നെറ്റിപ്പട്ടമുണ്ടാക്കി. അതിൽ യഹോവയ്ക്ക് വിശുദ്ധമെന്ന് മുദ്രക്കൊത്തായുള്ള ഒരു എഴുത്ത് കൊത്തി. അത് മുടിമേൽ കെട്ടേണ്ടതിന് അവർ നീലനൂൽ നാട കോർത്തു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. ഇങ്ങനെ സമാഗമന കൂടാരം എന്ന തിരുനിവാസത്തിൻ്റെ പണിയൊക്കെയും തീർന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ഇസ്രായേൽ മക്കൾ ചെയ്തു. അങ്ങനെ തന്നെ അവർ ചെയ്തു. അവർ തിരുനിവാസം മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു. കൂടാരവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും കൊളുത്ത്, പലകാന്താഴം, തൂൺചൂട്, ചൂപ്പിച്ച ആട്ടുകൊറ്റൻ തോൽ പുറമൂടി, തഹശുതൂൽ കൊണ്ടുള്ള പുറമൂടി, മറയുടെ തിരശീല, സാക്ഷ്യപ്പെട്ടകം, അതിൻ്റെ തണ്ട്, കൃപാസനം, മേശ, അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും, കാഴ്ചയപ്പം, തങ്കം കൊണ്ടുള്ള നിലവിളക്ക്, കത്തിച്ചു വെപ്പാനുള്ള ദീപങ്ങൾ, അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും, വെളിച്ചത്തിന് എണ്ണ, പൊന്നുകൊണ്ടുള്ള ധൂപപീഠം, അഭിഷേക തൈലം, സുഗന്ധധൂപവർഗം, കൂടാരവാതിലിനുള്ള മറശീല, താമ്രം കൊണ്ടുള്ള യാഗപീഠം, അതിൻ്റെ താമ്രജാലം, തണ്ട്, അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും, തൊട്ടി, അതിൻ്റെ കാൽ, പ്രാകാരത്തിൻ്റെ മറശീല, തൂൺ, അതിൻ്റെ ചുവട്, പ്രാകാരവാതിലിൻ്റെ മറശീല, അതിൻ്റെ കയറ്, കുറ്റി, സമാഗമന കൂടാരമെന്ന
തിരുനിവാസത്തിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളൊക്കെയും, വിശുദ്ധമന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കായി വിശേഷ വസ്ത്രം, പുരോഹിത ശുശ്രൂഷയ്ക്കുള്ള ആഹ്റോന്റെ വിശുദ്ധ വസ്ത്രം, അവൻ്റെ പുത്രന്മാരുടെ വസ്ത്രം, ഇങ്ങനെ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ഇസ്രായേൽ മക്കൾ എല്ലാ പണിയും തീർത്തു. മോശ പണിയൊക്കെയും നോക്കി യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ അവർ അത് ചെയ്തു തീർന്നിരുന്നു എന്ന് കണ്ടു. മോശ അവരെ അനുഗ്രഹിച്ചു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ.